आपकाय धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णाय ते नमः। ॐ नमो भगवते रामकृष्णाय नमो नमः। എല്ലാവരും സുഖമായിരിക്കുകയല്ലേ? സന്തോഷമായിരിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം. നമ്മുടെ സമൂഹത്തിൽ പല തരത്തിലുള്ള ആൾക്കാരെ കാണാം. എവിടെയെങ്കിലും എന്തെങ്കിലും വന്നാൽ ഉടനെ വഴക്കാക്കി ആ ടൈപ്പായി. വേറെ ചില ആൾക്കാരെ നിങ്ങൾ കണ്ടതാണ് വളരെ സിമ്പിളായിട്ടുള്ളത്, നിർമ്മലന്മാരാണ്. അവർക്ക് വഴക്കുമില്ല, ഒന്നുമില്ല. അവർ തന്നെ ചിലപ്പോൾ അവരുടെ വിചിത്രങ്ങൾ വിളിച്ചു പറയും. അതേ അവർക്കൊരു അമർഷവുമില്ല. ആരെങ്കിലും അവരെ പരിഹസിക്കാനൊരു കഴിയുന്നു, ഇതൊന്നും അവർക്കില്ല. അപ്പോൾ ആചാര്യന്മാർ പറയുന്നത് ഇങ്ങനെയുള്ള ലോല ഹൃദയന്മാർക്കാണ് ഈശ്വര സാക്ഷാത്കാരം വേഗം സാധിക്കുക എന്നുള്ളതാണ് ആചാര്യന്മാർ പറയുന്നത്. അവരതിനൊരു ഒരു 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 ഉദാഹരണം പറയുന്നത്, ഈ കർക്കശക്കാരുണ്ടല്ലോ, അവരവരുടെ ബുദ്ധി കൊണ്ടും അവരുടെ അറിവ് കൊണ്ടും പറ്റും അവർ ആരാണ് എൻജോയ് ചെയ്യുന്നതെങ്കിൽ ഈ ലോല ഹൃദയന്മാർ പാലിൻ്റെ പാടയാണ് എൻജോയ് ചെയ്യുന്നത്. അതായത് ദ ക്രീം ഓഫ് ദ മിൽക്ക് അത് ഈ സിംപ്ലക്കന്മാരാണ് എൻജോയ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ ബൈബിളിൽ ക്രിസ്തുദൈവം പറയുന്നത്, നിങ്ങൾക്ക് മാനസാന്തരപ്പെട്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിങ്ങൾ എപ്പോഴാവുന്നുവോ അപ്പോഴായിരിക്കും ഈശ്വര സാക്ഷാത്കാരം വളരെ വേഗം നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ സിമ്പിളായിട്ട് ഈശ്വര വിചാരമായിട്ട് നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു ഇതാണ് ഭഗവാനിലേക്ക് അടുക്കാനായിട്ട്. ഇന്നിപ്പം നമ്മൾ പറയുന്ന സുബോധാനന്ദ സ്വാമിക്ക് അതിൻ്റെ ഒരു നല്ലൊരു ഉദാഹരണം. അപ്പം അദ്ദേഹം എപ്പോഴും ഒരു ചൈൽഡിഷായി. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ നേച്ചർ കൊണ്ട് ശ്രീരാമകൃഷ്ണദേവൻ വരെ അദ്ദേഹത്തിനെ ഖോക്ക എന്നാണ് വിളിക്കുന്നത്. ഖോക്ക മഹാരാജ്. ഖോക്ക എന്ന് വെച്ചാൽ ബംഗാളിയിൽ കൊച്ചു കുട്ടിയാണ്. അപ്പം അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം മരിക്കാറായപ്പോൾ ഒരു കുഞ്ഞിനെ പോലെ അഭിനയിക്കുന്നത് അത്ര ലോല ഹൃദയനായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഇദ്ദേഹം 1867 ജനിക്കുന്നത്. കൽക്കട്ടയ്ക്കടുത്ത് താൻതാനിയ എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രാമമുണ്ട്. അവിടെ കൃഷ്ണ ഘോഷിൻ്റെയും നയൻതാരയുടെയും മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. സുബോധ് ചന്ദ്ര ഘോഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അപ്പോൾ കൊച്ചിലെ തന്നെ അദ്ദേഹത്തിന് ഒരു സ്പിരിച്വൽ സൈഡിലോട്ടൊരു ചായ ഉണ്ടായി. അച്ഛനും അമ്മയാണെങ്കിൽ ഗംഭീര ഭക്തന്മാരാണ്. അവർ വളരെ സാത്വികരാണ്. ഒരുമാതിരി പണമുള്ള റിച്ച് ഫാമിലി തന്നെയാണ്. എന്നിരുന്നാലും അമ്പലത്തിൽ പോവുക, ബ്രഹ്മസമാജത്തിൽ അദ്ദേഹം ഈ അച്ഛൻ വളരെ അടുത്ത സമ്പർക്കം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് കഴിയുന്നത്. അമ്മയാണെങ്കിൽ അതിഭക്ത. സന്ധ്യയായാൽ രാമായണം, ഭാഗവതം ഇങ്ങനെയുള്ളതൊക്കെ വായിക്കും. ഈ സുബോധനെ അടുത്ത് പിടിച്ചിരുത്തി ഇതിൻ്റെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി, സന്തോഷമായിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു പോയി. അപ്പോൾ അച്ഛനൊരു സ്വഭാവമുണ്ട്, അദ്ദേഹം ഒത്തിരി വായിക്കുമായിരുന്നു. അപ്പം അദ്ദേഹം ലൈബ്രറികളിലൊക്കെ പോയി ഇങ്ങനെ സ്പിരിച്വലായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ഈ സുബോധിന് മേടിച്ചിട്ടുണ്ട്. സുബോധിന് ഓൾറെഡി അതിലോട്ടൊരു ടെൻഡൻസി ഉണ്ട്. അദ്ദേഹം ഇത് വായിച്ചു കഴിഞ്ഞു അദ്ദേഹം ഇതിലൊക്കെ എല്ലാവരെയും നമ്മൾ ക്ലോസായിട്ട് വിശ്വസിച്ച് തുടങ്ങി. അതിൻ്റെ ഇടയിൽ 1-2 പുസ്തകങ്ങൾ മേടിച്ചു കൊടുത്തത് രാമകൃഷ്ണ പരമഹംസരായിരിക്കുകയാണ്. അപ്പം ഈ ബ്രഹ്മസമാജത്തിൽ പോലുള്ള ഭജന അതിലൊക്കെ ടേക്ക് പാർട്ട് ചെയ്യും. അപ്പം നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ആ ബെൻഡ് മുഴുവൻ ആ സ്പിരിച്വാലിറ്റിയിലേക്കുള്ള ഒരു ബെൻഡാണ് അദ്ദേഹത്തിന്. അപ്പം ഈ ശ്രീരാമകൃഷ്ണദേവൻ്റെ പുസ്തകം കൂടെ വായിച്ചു കഴിയുമ്പോഴത്തേക്ക് സുബോധൻ ഇരിക്കപ്പെടുകയും എങ്ങനെയെങ്കിലും അവിടെ പോകണം, അദ്ദേഹത്തിനെ കാണണം. കൽക്കട്ടയിലെ വളരെ അടുത്ത കൽക്കട്ടയുടെ വേറെ ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പം അങ്ങനെയായി അച്ഛനോട് പറഞ്ഞു, അച്ഛനാ എനിക്ക് അദ്ദേഹത്തിനെ ഒന്ന് കാണണം, എനിക്ക്
കണ്ടേ മതിയാവും. അപ്പം അച്ഛൻ പറഞ്ഞു കൊണ്ടുപോകാം, ഇങ്ങനെ കൊണ്ടുപോകാം. അപ്പോൾ ഏതായാലും ഈ സ്കൂളിൽ പഠിക്കുകയല്ലേ, ഒരു ദിവസം അവധി സമയത്ത് അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിനെ അവിടുത്തെ ലോക്കൽ സ്കൂളിൽ കൊണ്ട് ചേർത്തു. വിട്ടുപിടുത്തനായിരുന്നു പഠിക്കാൻ, എല്ലാ വിഷയങ്ങൾക്കും ഫസ്റ്റ് മാർക്ക് മേടിക്കുമായിരുന്നു, കണക്കിൽ അതിസമർത്ഥനായിരുന്നു. അപ്പം അങ്ങനെ മിടുക്കനായിട്ട് കുഞ്ഞ് വളർന്നു വരുന്നു. ഈ പുസ്തകങ്ങളുടെ വായനാശീലം നന്നായിട്ടുണ്ട്. അച്ഛൻ വളരെ സന്തുഷ്ടനാണ്, അമ്മയും അതെ വളരെ സന്തോഷമായിട്ട് കുടുംബം അങ്ങനെ കഴിയുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് സുബോധിന് ഇത് തന്നെ. അപ്പം പഠിക്കാനൊക്കെ നല്ല ക്ലാസ്സും നല്ല മാർക്കും ഒക്കെ ഉണ്ട്. ഇങ്ങനെ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ അച്ഛന് ആഗ്രഹം തോന്നി, അപ്പം മിടുക്കനായിട്ട് വരുന്നല്ലോ, അവന് തീർച്ചയായിട്ടും നല്ലൊരു ജോലിയൊക്കെ കിട്ടും, അപ്പം ഇവന് കല്യാണം. അപ്പം അന്നത്തെ കാലത്ത് ഇതൊക്കെ വളരെ ഇതായിരുന്നു, കോമൺ ആയിരുന്നു. ബാല്യ വിവാഹം വളരെ കോമൺ ആയിരുന്നു. അച്ഛൻ ഗ്രഹപ്പഴിക്ക് ഒരു ദിവസം ഇവനോട് പറഞ്ഞു, മോനെ നീ നന്നായിട്ട് പഠിക്കുക, അപ്പം നിനക്ക് എന്തെങ്കിലും ഒരു നല്ല ജോലി കിട്ടിയാൽ ഉടനെ നമുക്കൊരു വിവാഹം കേട്ടപ്പോഴത്തേക്ക് സുബോധിന് ഷോക്ക് പോകും. സുബോധ് അച്ഛനോട് പറഞ്ഞു, എൻ്റെ ലൈൻ ഓഫ് ജീവിതം അതല്ല എന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛന് മോനെ നന്നായിട്ട് അറിയാം, അദ്ദേഹം അത് കണ്ടെയ്ൻ എങ്കിലും അവർ നോക്കുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞ അങ്ങനെ പോരാ, ഫാമിലിയായിട്ട് കഴിയണം, പിന്നെ നീ നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, നിനക്ക് നന്നായിട്ട് പഠിത്തമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ പറയുന്നത് ധിക്കരിക്കാൻ ഞാനാണ്, ഞാൻ കല്യാണം കഴിക്കും, പക്ഷെ ഞാൻ വീട്ടിൽ പോകും, എൻ്റെ ലൈഫ് അതല്ല എന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛനും മനസ്സിലായി. അച്ഛന് കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇവൻ നല്ല നിലയിലേക്ക് വരാൻ പോകുന്ന കുഞ്ഞാണ്. അങ്ങനെ വന്ന് ഈ ദിവസങ്ങൾ പോയപ്പോഴ് സുബോധിന് ഇരിക്കപ്പോഴില്ല, ഭഗവാനെ കാണാൻ. അപ്പം സുബോധിൻ്റെ ഒരു ഷിരോധ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ അവനോട് എല്ലാം നമുക്ക് എന്തെങ്കിലും ഒന്ന് കാണാം, എനിക്ക് അദ്ദേഹത്തിനെ കണ്ടേ മതിയാവും എന്ന് പറഞ്ഞ് ഷിരോധിൻ്റെ ഹെൽപ്പ് എടുത്തിട്ട് രണ്ടുപേരും ഒരു ദിവസം സ്കൂളിൽ പോകുന്നതിന് പകരം നേരെ നടന്നു കൽക്കട്ടയിലെത്തി. കണ്ടമാനം ദൂരമുണ്ട്. കൽക്കട്ടയിലെത്തി വഴി ഇറങ്ങൂടാ. ഇപ്പം 10-14 വയസ്സേ ഉള്ളൂ കുട്ടികൾക്ക്. വഴി ഇറങ്ങൂടാ, ഒന്നും ഇറങ്ങൂടാ, അങ്ങ് പോയേക്കുക. അപ്പം അവിടെ ചെന്ന് ആരോട് വഴി ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, നോക്ക് നിങ്ങൾ വഴി നോക്കി പോവുകയാണെങ്കിൽ കുറേ അധികം ദൂരം നടക്കാൻ, പക്ഷേ ഇവിടെ ഒരു കുറുക്കോഴി, ഈ പാടങ്ങളിൽക്കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം അവിടെ എത്താം, അതിൽ കൂടെ പോകും എന്ന് പറഞ്ഞു. അപ്പം ഇതെല്ലാം സുബോധിൻ്റെ മനസ്സിൽ ഇതെല്ലാം ഭഗവാനാണ് ഡയറക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലായി. ഇതെല്ലാം ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് കാര്യങ്ങൾ നടക്കുന്നത്. നടന്ന് പാടത്തേക്കൂടൊപ്പം നടന്ന് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു മുറിയിൽ വെരി നീറ്റ് ആൻഡ് ക്ലീൻ മുറി, അതിനൊരു കട്ടിൽ അദ്ദേഹം ഇരിക്കുന്നുണ്ട്. അപ്പം അതിന് മുമ്പ് തന്നെ സുബോധിന് കഥ തുടങ്ങി, ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോഴേ സുബോധിന്റെ വീട്ടിലേക്ക് തുടങ്ങി ആരെയെ കാണാൻ പോകുന്നുണ്ട്. അപ്പൊ സുബോധിന് ശിരോധനോട് പറഞ്ഞു, ഈ ഒരു കാര്യം നീ ചെന്ന് അദ്ദേഹത്തോട് സംസാരിക്കും, എനിക്ക് ഇങ്ങനത്തെ മര്യാദ ഒന്നും അറിഞ്ഞു, അതല്ല എനിക്ക് വരാൻ പേടിയാവുന്നു. അപ്പൊ അങ്ങനെ പേടിക്കണ്ട, ഞാൻ പോയി സംസാരിക്കും. ശിരോധന നേരെ തന്നിട്ടും തൊഴിൽ രാമകൃഷ്ണദേവൻ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നിരുന്നു? അപ്പോൾ പറഞ്ഞു, കൽക്കട്ടയിൽ നിന്നിരുന്നു. ഇത്ര ദൂരമോ? എങ്ങനെ വന്നു? നടന്നു. ഇത്ര ദൂരം നിങ്ങൾ നടന്നു വന്നു. അവിടെ ആരാ ഒരാൾ നിൽക്കുന്നു? ശ്രീരാമകൃഷ്ണദേവൻ അവിടെ ആരുമില്ല. നമ്മുടെ സുബോധ് അവിടെ നിൽക്കുക, പേടിച്ചിട്ട് അവിടെ ആരാ ഒരാൾ നിൽക്കുന്നത്, അവനോട് അടുത്ത് വരാൻ പറയും എന്ന് പറഞ്ഞു. സുബോധ് പതുക്കെ പേടിച്ച് അടുത്ത് വന്ന് ഭഗവാന്റെ ആകെ നോക്കിയിട്ട് പറഞ്ഞു, നീ ആ ശങ്കർഘോഷിന്റെ കൊച്ചുമോനെ, നീ താൻതാനിയ ആ ദേവീക്ഷേത്രത്തിൻ്റെ അടുത്തല്ലേ നിങ്ങളുടെ വീട്, നിങ്ങളുടെ കുടുംബക്ഷേത്രമല്ലേ? ശിരോധന്ന് സർപ്രൈസ് ആയിട്ട് ഇദ്ദേഹം മുഴുവൻ കാര്യങ്ങളും പറഞ്ഞേക്കതാണ്. അപ്പം ശിരോധിന് പേടി, സ്നേഹം, സന്തോഷം ഇതെല്ലാം കൂടെ ഉള്ളൊരു വികാരമാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം പറഞ്ഞത് വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്, വളരെ നിഷ്കളങ്കനായിരുന്നു. അപ്പം എടുത്ത വായിൽ ഭഗവാനോട് ചോദിച്ചു, അങ്ങനെ എങ്ങനെ അറിയാം ഇതൊക്കെ? ഒന്ന് ആലോചിച്ചു.
ഈശ്വരനോടാണ് സംസാരിക്കുന്നത്. അങ്ങനെയൊക്കെ എങ്ങനെ അറിയാം ഇതൊക്കെ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ 1852, അതായത് നീ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഗ്രാമത്തിൻ്റെ അടുത്താണ് താമസിച്ചിരുന്നത്. അപ്പം ഞാൻ നിങ്ങളുടെ അമ്പലത്തിൽ പോയി ധാരാളം തൊഴിലുണ്ട്. ശങ്കർ കോശിനെയൊക്കെ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. അപ്പം ഇമ്മീഡിയറ്റ്ലി അടുത്ത ക്വസ്റ്റ്യൻ, പിന്നെ എന്താ എന്നെ ഇത്ര കാലമായിട്ട് വിളിക്കാൻ? അപ്പം ഭഗവാൻ പറഞ്ഞു, നീ ഇവിടെ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. പിന്നെന്താ എന്നെ ഇത്ര കാലമായിട്ട് വിളിക്കാൻ? അപ്പം ആദ്യം വളരെ മൈൽഡായിട്ട്, അദ്ദേഹം വളരെ മൈൽഡായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. മൈൽഡായിട്ട് പറഞ്ഞു, എല്ലാത്തിനും സമയമുണ്ട്. ഇപ്പോഴാണ് ദേവി നിന്നെ ഇവിടേക്ക് വിളിച്ചത്. ദേവിയാണ് നിന്നെ ഇവിടെ വിളിച്ചു കൊണ്ടുവരുന്നത്. ഇപ്പോഴാണ് ആ സമയമാണ്. ആ സമയം വന്നപ്പോൾ നീ ഇവിടെ വന്നു. നീ ഇവിടെ വരുമെന്ന് എനിക്കറിയാം. നീ ഇവിടുത്തെ കുട്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പം ഇത്രയും ഡയലോഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ഇവിടെ എൻ്റെ കൂടെ കട്ടിലിരിക്കാൻ. കട്ടിലിരിക്കില്ല. അപ്പം കട്ടിലിരിക്കാൻ ഇപ്പം ഇരിക്കിവിടെ ഇരിക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ശുദ്ധമല്ല, ഞാൻ സ്കൂളിൽ പോകുന്ന വേഷമൊക്കെയാണ്, അതുകൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റും. സാരമില്ല, നീ ഇരുന്നോ, ഇരിക്കില്ല, ഇരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം കമ്പൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തലയിൽ ഇങ്ങനെ കൈ വെച്ച് അനുഗ്രഹിച്ചു. തലയിൽ കൈ വെച്ചപ്പോഴത്തേക്ക് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് പോലെ സുബോധിന് തോന്നി, സംതിങ് ഈസ് ഹാപ്പനിങ്. അതുപോലെ തന്നെ ഷിരോദിനും ഇത് തോന്നി. രണ്ട് കുട്ടികൾക്കും അദ്ദേഹത്തിൻ്റെ ആ കൈ സ്പർശിച്ചപ്പോഴത്തേക്ക് തോന്നി സംതിങ് ഗ്രേറ്റ് ഈസ് ഹാപ്പനിങ്. അത് കഴിഞ്ഞ് രാമകൃഷ്ണദേവൻ പറഞ്ഞു, ഇത് ഇത്രയും ദൂരമൊന്നും നടന്നു വരാൻ പാടില്ല. ഒരു കാര്യം ചെയ്യും, അവിടെ ചെന്ന് എന്തെങ്കിലും ലഘു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവിടെ പണം വയ്ക്കുന്നുണ്ട്, അതിന് കുറച്ച് പൈസ എടുത്തുകൊണ്ട് പോകും, വണ്ടിയിലും മറ്റോ പോകും എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആദ്യം പുള്ളി ചാടി അങ്ങോട്ട് പറഞ്ഞു, പിന്നെ അങ്ങനൊരു സന്യാസിയല്ലേ, അങ്ങനെ എവിടെ പറഞ്ഞു അതൊന്നും ചോദിക്കുക. അപ്പം നോക്കുക, അദ്ദേഹത്തിൻ്റെ ആ നിർമ്മല ഹൃദയമാണ്. സോ ചൈൽഡിഷ്, അത്ര നിർമ്മലമായിട്ടുള്ള മനുഷ്യൻ. അങ്ങനെയൊക്കെ വിടുന്ന പൈസ അദ്ദേഹം തിരിച്ചുകൊണ്ട് ചില ഭക്തന്മാർ ഇവിടെ വരുന്ന രീതിയിൽ പായിക്കൊണ്ടിരിക്കും. അത് ഞാൻ അവിടെ അതെടുത്തു ഇല്ല എനിക്ക് അത് ഇദ്ദേഹത്തിനോടാണ് പറയുന്നത്. അപ്പം അദ്ദേഹത്തിന് ഒന്നും തോന്നില്ല. അദ്ദേഹത്തിന് ഇതെല്ലാം കണ്ട് അറിയാവുന്ന ഒരു വ്യക്തിയല്ലേ. അദ്ദേഹം കഴിച്ചിട്ട് പോകാൻ പറഞ്ഞാൽ അതും കഴിക്കൂട്ടായി. അപ്പം അദ്ദേഹത്തിൻ്റെ ഹെൽപ്പറെ വിളിച്ച് പറഞ്ഞു, അവർക്ക് കാർപ്പറ്റ് ഇട്ട് കൊടുത്തു. ഇവൻ എനിക്ക് ചെയ്താൽ ഇരിക്കുകയില്ല. കാർപ്പറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റും, കാർപ്പറ്റ് ഇട്ട് കൊടുത്ത് അതിലും ഇരിക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയിട്ട് വരും, എല്ലാ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും നമ്മളുടെ സത്സംഗമുണ്ട്, അന്ന് ഭക്തന്മാരൊക്കെ വരും, അപ്പം നിങ്ങളും വരും. അത് പറ്റും. ആര് നമ്മുടെ സുബോധ് പറയും, അത് പറ്റും. സ്കൂളിൽ ഒഴിച്ചു വരട്ടെ. അപ്പോഴേ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട അദ്ദേഹത്തിന് ഇന്നസെൻസ് ആണ്. ആരോടാ സംസാരിക്കുന്നത്, എന്താ സംസാരിക്കുന്നതെന്ന് ഒന്നും അറിയില്ല. അദ്ദേഹം തിരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ പക്ഷേ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഇവിടെ ധാരാളം പ്രത്യേകങ്ങൾ വരും, അവരുടെ കൂടെ വരും, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കും എന്നും പറഞ്ഞ് അന്നത്തെ ഡാക്ടർ അവിടെ പോലും അവർ പതുക്കെ ആ ശിവഷൻ നടന്ന് തിരിച്ചു പോയി. അദ്ദേഹം പറഞ്ഞ പോലെ ഒന്നും ചെയ്തില്ല, ലഘുഭക്ഷണം കഴിച്ചില്ല, പൈസ എടുത്തില്ല, അവരങ്ങ് പോയി കഴിഞ്ഞ് നമ്മുടെ ഇദ്ദേഹത്തിന് സുബോധിന് ഇരിക്കാനും നിൽക്കാനും വയ്യ, രാത്രി കിടന്ന് ഉറങ്ങാൻ വയ്യ, ഭഗവാന്റെ ചിന്ത മാത്രമേ. പുസ്തകം തുറന്നാലുടനെ ഭഗവാൻ. അപ്പോഴെന്ത് ചെയ്തു, അടുത്ത വ്യാഴാഴ്ച തന്നെ ഷിരോദിനോട് പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തിനെ കാണാൻ, നീ എന്നെ നിർത്തിയാണ് എൻ്റെ കൂടെ വരാൻ. ഷിരോദ് ശരി എന്നും പറഞ്ഞു. അടുത്ത വ്യാഴാഴ്ച വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളാ. അടുത്ത വ്യാഴാഴ്ച ആദ്യം പോയപ്പോൾ പറഞ്ഞ പോലെ മുറിയിലൊക്കെ ഒരു കട്ടിലിരിക്കുന്നുണ്ട്, മറച്ച് ഭക്തന്മാരുണ്ട് മുന്നിൽ, കഴിഞ്ഞ തവണ കണ്ട പോലെ. അപ്പോഴും അവിടെ വാതിലിൻ്റെ അവിടെ വന്ന് നിന്നു. അപ്പം ഭഗവാൻ കണ്ടു, ഇങ്ങനെ കൈ കാണിച്ചു, അവിടെ നിൽക്കാൻ കഴിയണം. അത് കഴിഞ്ഞ് ഭക്തന്മാരോട് പറഞ്ഞു, നിങ്ങൾ നാമം ചുറ്റിക്കൊണ്ടിരിക്കും, ഞാൻ അവരുടെ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം നീങ്ങി അവിടെ പോയി. അവരോട് എനിക്കത് പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് ഓർക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഹെൽപ്പറോട് പറഞ്ഞു, കുറച്ച് ബംഗാളിലെ കൊണ്ടുവന്ന് അദ്ദേഹം കൃത്യമായിട്ട് കൈ കഴിയുന്നു, കുട്ടികളോട് വരാൻ പറഞ്ഞു. കുട്ടികൾ പോയി. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ശിവക്ഷേത്രം, അവിടെ ആ കൽപ്പടവുകളുണ്ട്. ആ കൽപ്പടവിൽ ഇരിക്കാൻ പറഞ്ഞു. 2
അദ്ദേഹം അതിൻ്റെ മുകളിൽ കയറി ചമണം കടന്നിരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഈ കുട്ടികളോട് പറഞ്ഞു ഷർട്ടിൻ്റെ ബട്ടൺസ് ചെയ്യാം. അപ്പം ഷർട്ടിൻ്റെ ബട്ടൺസ് അടിച്ചു. ഷർട്ടിൻ്റെ ബട്ടൺസ് അടിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വിരലുകൊണ്ട് ഭഗവാൻ അദ്ദേഹത്തിൻ്റെ വിരലുകൊണ്ട് കുട്ടികളുടെ നാട്ടിൽ എന്തോ ഒന്ന് എഴുതി. അപ്പോഴത്തേക്ക് ഇവർക്ക് വല്ലാത്ത ഫീലിങ്സ് ഒക്കെ തുറന്നാൻ തുടങ്ങി. രണ്ടുപേർ എഴുതി കഴിഞ്ഞ് അദ്ദേഹം ഈ പൊക്കിളിൻ്റെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ കൈകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിരലുകൊണ്ട് ഇങ്ങനെ ആക്കി. അത് ആക്കിയപ്പോഴത്തേക്ക് ഇവർ കംപ്ലീറ്റ്ലി ദേ ആർ ഓഫ്. അവർക്ക് ഇതൊന്നും അറിയുന്നില്ല, എന്തോ സംഭവിക്കുന്നത് ഇതൊന്നും അറിയുന്നില്ല. ഭഗവാൻ നാമം വെച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവരുടെ ജ്ഞാനത്തിലായി. അത് കഴിഞ്ഞ് ശകലം നേരം കഴിഞ്ഞപ്പോൾ ഇവർ അത് മാറി അവർക്ക് ബോധമായി. അപ്പോഴും അദ്ദേഹം ഈ വിരൽ കൊണ്ട് ഇങ്ങനെ നേരെ എതിർ ദിശയിൽ ഇങ്ങനെ വിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു വർത്താനം പറയാനില്ല. അപ്പോൾ അദ്ദേഹം സുബോധനോട് ധ്യാനിച്ചു, കുറച്ചൊക്കെ ധ്യാനിച്ചു. അതുകൊണ്ടാണ് നിന്റെ മനസ്സ് പെട്ടെന്ന് ഏകാഗ്രമായതും നിനക്ക് ധ്യാനിക്കാൻ പറ്റും. അതേസമയം ക്ഷീരോധ അവിടെ വട കിട്ടുമോ വട വരുമോ എന്നൊക്കെ ആലോചിച്ചു. ക്ഷീരോധത്തിന് കാര്യമായിട്ടുള്ള ഇഫക്റ്റൊന്നും ഉണ്ടായി. അപ്പം അങ്ങനെ ഇരുന്ന് അത് കഴിഞ്ഞുടനെ അദ്ദേഹം ഈ രണ്ട് കുട്ടികളോട് പറഞ്ഞു, ക്ഷീരോധനോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, എനിക്ക് ഗ്രാജുവലി ശരിയായിട്ടുള്ളൂ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും 5 മണിക്ക് പോയി കുറച്ച് നേരം ധ്യാനിച്ചു. ഇവർക്ക് 5 മണിയിൽ നിന്ന് എവിടെ നടന്നു. അദ്ദേഹം പറഞ്ഞ ആ ശിവൻ ക്ഷേത്രത്തിലാണ് അടിയിൽ തന്നെ ഇരുന്ന് ധ്യാനിച്ചപ്പോഴത്തേക്ക് ഇവരെന്ന് പറഞ്ഞാൽ നമ്മുടെ സുബോധ് വേറെ ഒരു ലോകത്തായി. അദ്ദേഹത്തിന് എന്തെല്ലാമോ തോന്നുന്നു, ഭഗവാന്മാരെ ഒക്കെ മുമ്പിൽ കാണുന്നു, എന്തോ ഒരു വലിയ സന്തോഷം മനസ്സിൽ തോന്നുന്നു. ഹി വാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. അപ്പം അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഉണർന്നു ഭഗവാന്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഭഗവാൻ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു. അപ്പം രണ്ടുപേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ശരി, നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യും, ഇവിടെ പോയി കുറച്ച് ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് അന്ന് പറഞ്ഞതുപോലെ തന്നെ പൈസ ഉണ്ട്, അത് എടുത്തോണ്ട് നിങ്ങൾ പോകുള്ളൂ. അതിൻ്റെ ഇടയിൽ നമ്മളെ സുബോധ് പറഞ്ഞു, എനിക്ക് പിന്നെ നീന്താനൊന്നും അറിഞ്ഞു, ഈ വെള്ളം കണ്ടാൽ ഭയങ്കര പേടിയാണ്. അത് കഴിയുമ്പോൾ ഈ ഭൂതങ്ങളെ ഭയങ്കര പേടിയില്ല. ഭഗവാനോടെ പറയുന്ന ഈ ഭൂതങ്ങളെ ഭയങ്കര പേടി. അതായത് ഷോസ് ദ സിംപ്ലിസിറ്റി. അപ്പം ഭഗവാൻ എന്ത് ചെയ്യുകയും തലയെ കൈ വെച്ച് ഒന്ന് പ്രാർത്ഥിക്കും. അപ്പം സുബോധിന് പെട്ടെന്ന് മനസ്സിലായി, നത്തിങ് ടു ബി വറീഡ് അബൌട്ട് ഭൂതംസ്. മനസ്സിലായോ? അപ്പം ആ ഒരു ടച്ച് കൊണ്ട് അദ്ദേഹത്തിന് ആ ട്രാൻസ്ഫോർമേഷൻ അത് കഴിഞ്ഞു. അന്നത്തെ ദിവസം കഴിഞ്ഞ് പണം എടുത്തുകൊണ്ട് പോകാൻ ഇന്ന് സുബോധ് കുറച്ച് പണമൊക്കെ എടുത്തു പോയി. അത് അങ്ങനെ പോയി. പിന്നെ സുബോധിന്റെ പഠിത്തമൊക്കെ അങ്ങ് ഉഴപ്പാൻ തുടങ്ങി. നല്ല വിട്ടുപിടിച്ചതായിട്ട് പഠിച്ചിരുന്ന ആളാണ്. പഠിത്തമൊക്കെ അങ്ങോട്ട് ഉഴപ്പാൻ തുടങ്ങി. അതിലൊന്നും ശ്രദ്ധയില്ല. അച്ഛൻ ഇതെല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ട്. പക്ഷെ അച്ഛന് വളരെ പെർഫെക്റ്റല്ല. അച്ഛനെ അറിയാം ഇതിന്റെ പോക്ക് എന്താണെന്നുള്ള അച്ഛനറിയാം. അപ്പം അങ്ങനെ ദിവസങ്ങൾ കടന്നു. നിവൃത്തിയുണ്ടായി സ്കൂളിൽ പോകുന്നതിന് പകരം ആശ്രമത്തിൽ. അതായി സുബോധിന്റെ ഒരു ഇത്. അങ്ങനെ മൂന്നാമത്തെ തവണ പോയി കണ്ടു. നോക്കൂ, അപ്പോഴത്തേക്ക് ശ്രീരാമചന്ദ്രന് അസുഖം വന്നു. മനസ്സിലായോ? അദ്ദേഹം തൊണ്ടയുടെ അസുഖം വന്നു. മനസ്സിലായിരുന്നു, തൊണ്ടയുടെ അസുഖം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഭഗവാൻ പറയാൻ പ്രയാസം. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ശാരദാനന്ദ സ്വാമിയുണ്ട്, അതുപോലെ രാമകൃഷ്ണാനന്ദ സ്വാമിയുണ്ട്. അവരെ വിളിച്ച് പറഞ്ഞു, ഞാൻ സുബോധാണ്, നല്ല ബുദ്ധിയാണ്, അങ്ങനെ നിങ്ങൾ പരിചയപ്പെടണം, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ നാമജപത്തിന് വന്നിരുന്നപ്പോൾ കൂട്ടണം. നരേന്ദ്രനെ പരിചയപ്പെടുത്തി. ആരാ നരേന്ദ്രൻ? വിവേകാനന്ദ സ്വാമി പരിചയപ്പെടുത്തി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. നോക്കൂ, എന്തുവാണെന്ന് വെച്ചാൽ ഭഗവാൻ മനസ്സിലായി പോവാൻ പോവാണ് എന്നൊക്കെ. അപ്പം അതിനു മുമ്പ് അദ്ദേഹം ശിഷ്യന്മാരെ എല്ലാം മോൾഡ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പം അദ്ദേഹം ഈ ശിഷ്യന്മാരെല്ലാം ഒരുമിച്ചിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കരുത്, യൂണിറ്റി വേണം എന്നിട്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ സംരംഭം മുമ്പോട്ട് പോകുന്ന അദ്ദേഹത്തിന് അതിനു വേണ്ടി മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ശാരദാനന്ദ സ്വാമിയോടും രാമകൃഷ്ണൻ സ്വാമിയോടും പറഞ്ഞത്,
ഇദ്ദേഹത്തിന് നരേന്ദ്രനെ കഴിക്കപ്പെടുന്നത് നിങ്ങളെല്ലാവരും ഒരുമിച്ച്. അത് കഴിഞ്ഞ് രാമചന്ദ്രൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ ഏതായാലും അവിടെ നല്ലേ വരുന്നത്. അവിടെ അടുത്ത് മഹേന്ദ്രനാഥ് എന്ന് പറഞ്ഞ ഒരാളാണ്, അദ്ദേഹം എൻ്റെ ശിഷ്യനാണ്. പിന്നെ വചനാമൃതം കേൾക്കുന്നതിൻ്റെ എൻ്റെ ശിഷ്യനാണ്, നീ അദ്ദേഹത്തിനെ ഒന്ന് പോയി കാണും എന്ന് പറഞ്ഞു. അപ്പോൾ സുബോധ് അത് കേട്ട് പോന്നു കഴിഞ്ഞ് സുബോധ് സംഭവം മനസ്സിലാക്കി ഇദ്ദേഹം ഒരു ഫാമിലി മാനാണ്. ആര്? മഹേന്ദ്രനാഥ്. അപ്പോൾ സുബോധിന് സംശയം, ഈ ഫാമിലി കല്യാണമൊക്കെ കഴിച്ച് കുഞ്ഞുങ്ങളൊക്കെ എന്തോ സ്പിരിച്വാലിറ്റിയാണ്. അതേ സുബോധിന്റെ മനസ്സിൽ അതാണ് തോന്നുന്നത്. അത് ഒന്നും ശരിയാവില്ല, ഞാൻ അവിടെ പോകേണ്ട കാര്യമൊന്നുമില്ല, പോയില്ല. അത് പിന്നത്തെ തവണ ഭഗവാന്റെ അടുത്ത് പോയപ്പോൾ അപ്പോഴത്തേക്ക് ഭഗവാൻ കുറേശ്ശെ വയ്യാണ്ടായി തുടങ്ങി. ഭഗവാൻ പറയാൻ വയ്യ, ക്ഷീണം, ശിഷ്യന്മാർ മാറാതെ നിന്ന് വീശി കൊടുത്തു. അപ്പം അതിൻ്റെ ഒരു സമയം സുബോധിന് ചാൻസ് കിട്ടി. സുബോധ് അവിടെ നിന്ന് വീശിക്കൊണ്ടിരുന്നു. പിന്നെ കട്ടിൽ കിടക്കുക അദ്ദേഹം അവിടെ വീശിക്കൊണ്ടിരുന്നു. തറയിലിരുന്ന് ഇങ്ങനെ സുബോധ് അവിടെ ഉറങ്ങി ഈ കഥ ഈശ്വരി അദ്ദേഹത്തിന് വീട്ട് ഇന്നിപ്പോൾ ആ ഈശ്വരി ഇട്ട് സുബോധിനെ വീശാണ്. എന്താ സംഭവിക്കുന്നത്? സുബോധിനെ വീശാൻ. അത് കഴിഞ്ഞ് സുബോധിനോട് ചോദിച്ചു, നീ പിന്നെ അങ്ങനെ പറഞ്ഞു. അത് ഈ ഇന്നസെൻസ് കൊണ്ട് പറഞ്ഞു, ഞാൻ കണ്ടില്ല. മഹേന്ദ്രനാഥ് ഒരു ഫാമിലി മാൻ അല്ലേ, അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് അങ്ങനെ പറയുന്നത്. അദ്ദേഹം എൻ്റെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനാണ്. അത് തന്നെയല്ല, അപ്പം അദ്ദേഹം എൻ്റെ ഒരു ശിഷ്യനാണ്. ഞാൻ പറഞ്ഞത് മാത്രമേ അദ്ദേഹം എനിക്ക് പറഞ്ഞു തരുള്ളൂ, അല്ലാതെ അതിൽ കൂടുതലൊന്നും പറഞ്ഞു തരില്ല. അദ്ദേഹത്തെ കാണണം, അദ്ദേഹം ശരി. അപ്പം അന്നത്തെ മീറ്റിംഗ് അങ്ങനെ കഴിഞ്ഞു. തിരിച്ചു പോയി കഴിഞ്ഞ ഉടനെ മനസ്സിന് വിഷമം തോന്നി. അദ്ദേഹത്തിനെ കൊണ്ട് ഇങ്ങനെ ഞാൻ പറയിപ്പിച്ചത്. പോയി കഴിഞ്ഞ ഉടനെ മഹേന്ദ്രനാഥിനെ പോയി കണ്ടപ്പോൾ മഹേന്ദ്രനാഥിനും അറിയാൻ. അപ്പൊ ചോദിച്ചു, നീ എന്താ പള്ളിയിലല്ലോ നേരത്തെ വരാതിരുന്നേ? അപ്പൊ ഇദ്ദേഹം അവിടെ ഇല്ലെന്ന് എഴുന്നള്ളി. ഈ ഫാമിലിയായിട്ടിരിക്കുന്ന ആളുടെ അടുത്തൊന്നും കാര്യങ്ങളിൽ നിന്ന് കിട്ടാനല്ല എന്ന് തോന്നി. അപ്പം മഹേന്ദ്രനാഥ് പറഞ്ഞു, ശരിയാണ്, നീ പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കി, ഞാൻ ഒരു ആനന്ദ സാഗരത്തിൻ്റെ അടുത്താണ്. അതിൽ ജ്ഞാനെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ വിജ്ഞാനം ഇതൊക്കെ ഉള്ളത്. ആരാണ് ഈ സാഗരം? രാമകൃഷ്ണദേവനാണ്. അപ്പം ഭഗവാന്റെ അടുത്തിരിക്കുന്ന ഞാൻ ആ കടലിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് ഇവിടെ കൊണ്ടുവെച്ചു. ഇങ്ങനെ ആരെങ്കിലും വരുന്നവരെ ഞാൻ കഴിക്കും, അത് മാത്രമേ ഞാൻ. അപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ നമ്മൾ ഇതിനൊക്കെ ശരിക്കാം. ഇവരുടെയൊക്കെ മെച്യൂരിറ്റിയും അവരുടെയൊക്കെ പിന്നെ അറിവുമാണ് നമ്മൾ മാനിക്കേണ്ടത്. അപ്പം മഹേന്ദ്രനാഥ് പറയുന്നത് നോക്കും. പിന്നെ ആ കടലിൽ നിന്ന് കുറച്ച് തീർത്ഥം എടുത്ത് വെച്ചിരിക്കുകയാണ്. അത് കാണിച്ച് ഞാൻ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് സുബോധിന് വളരെ അദ്ദേഹത്തോട് സ്നേഹമായി, അങ്ങേയറ്റം റെസ്പെക്റ്റായി, അങ്ങനെ ഒപ്പുകൊണ്ടിരുന്നു. അങ്ങനെ ദിവസങ്ങൾ മുമ്പോട്ട് പോയി. ഭഗവാൻ തീരെ വയ്യാണ്ടായി തുടങ്ങി. ഭഗവാനെ അവിടെ അന്വേഷണം ചെയ്യുന്നതായ ഒരു സ്ഥലങ്ങളുടെയൊക്കെ പേര് ഞാൻ കുറച്ച് മറക്കുന്നു. അവിടെ കൊണ്ടുപോയി. അപ്പം ശിഷ്യന്മാരെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. അവിടെയൊക്കെ പോകും. അത് കഴിഞ്ഞ് പിന്നെ ഭഗവാന്റെ അസുഖം കൂടുതലായി വരുന്നു. എല്ലാവർക്കും വേണ്ടി വിഷമമായി. പിന്നെ അവസാനം ഭഗവാൻ സമാധിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് സുബോധിന് മനസ്സിൽ സഹിക്കാൻ വയ്യാതായി. സുബോധ് ആകെ ബ്രോക്കൺ ഡൗൺ എന്ന് പറയുന്നത്. അങ്ങനായി പിന്നെ കാണാനൊന്നും പോയില്ല. അമ്മയുടെ അടുത്ത് വന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചെന്ന് കരയാൻ തുടങ്ങി. അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ബോധം കെട്ടി താഴെ വീണു. സുബോധം ബോധം കെട്ടി താഴെ വീണെത്തുന്നപ്പോൾ അച്ഛൻ കുറച്ച് വെള്ളം അദ്ദേഹത്തിൻ്റെ മുഖത്ത് പോകുന്നു. ഉടനെ ചാടി കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ലോകത്തിനോടും എല്ലാം പൂർണ്ണമായ വിരക്തി. എനിക്ക് ഞാൻ എന്തിനും ഒരു ദൈവം പോയി, ഇനിയിപ്പോൾ എനിക്കിപ്പോൾ ഒരു റോഡ് എനിക്ക് നിൽക്കാൻ വയ്യ. ആ ഒരു മനസ്ഥിതി എന്ത് ചെയ്തു? അമ്മയോടും അത് പറഞ്ഞു. അച്ഛൻ ഇതറിയാം, അദ്ദേഹത്തിൻ്റെ ബന്ധ അച്ഛൻ
കാളി ക്ഷേത്രം ഉണ്ടല്ലോ പറഞ്ഞല്ലോ, അവരുടെ കുടുംബക്ഷേത്രം കാളി ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ സുബോധ് പോയിരുന്നു. നല്ല ധ്യാനിച്ച് അദ്ദേഹത്തിന് ഇപ്പോൾ ധ്യാനവും നാമജപവും മാത്രമേ വേറെ ഒന്നിലും ഒരു താല്പര്യമില്ല. അദ്ദേഹം അവിടെ പോയി ധ്യാനിച്ച് കുറേ അദ്ദേഹത്തിന്റെ മനസ്സിൽ നീ ഒന്നും പേടില്ല, നീ മുമ്പോട്ട് പോകും, നിന്റെ എല്ലാ സംരംഭത്തിലും ഞാൻ നിന്റെ പോകാം എന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. അപ്പൊ അത് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എനർജൈസറായി, അത് എനർജൈസറായിട്ട് അദ്ദേഹത്തിന് ഇതായി വിടുകയാണ്. അവിടുന്ന് വിട്ടത് അമ്മയോട് പറഞ്ഞു. അവിടുന്ന് അങ്ങ് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ആകെ ഒരു മുണ്ട്, ഒരു ഷർട്ട്, ഒരു ടവൽ, ഈ 3 സാധനവും വേറെ യാതൊന്നും എടുത്തിട്ട് അങ്ങനെ ഇറങ്ങി എങ്ങോട്ടാ പോകുന്നത്? നേരെ വാരണാസിക്ക് പോവുക. ഇറങ്ങിയിട്ട് കൈ 10 പൈസ ഇറങ്ങി നടന്ന് പല സ്ഥലങ്ങളിൽ ഭിക്ഷ ചോദിച്ച് അവിടെ മരുന്ന് കൊടുക്കുന്നത് കഴിക്കും. അത് മാത്രമല്ല, അങ്ങനെ നടന്ന് പോയി വാരണാസി എന്ന് പറയുമ്പോൾ 100-500 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ പോയി ക്ഷീണം വരുന്ന അവിടെ കിടക്കും. പിന്നെ കിടക്കുമ്പം ഈ ഒരു മുണ്ടല്ലേ ഉള്ളൂ. അവിടെ കിടന്ന് ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ തല ഇങ്ങനെ വെക്കുന്നത്. അവിടെ കിടന്നു ഉറങ്ങി, ക്ഷീണം കൊണ്ട് നന്നായിട്ട് ഉറങ്ങും. അത് കഴിഞ്ഞ് അവിടെ നെയ്ക്കും പല കുളത്തിലോ അല്ലെങ്കിൽ പുഴയിലോ വല്ലതും പോയി ഈ ഉടുത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഷർട്ടും മുണ്ടും നല്ല വൃത്തിയായിട്ട് നനച്ച് കഴിഞ്ഞാൽ പിഴിഞ്ഞ് അത് തന്നെ വേറെ മാറാൻ കുപ്പില്ല. അത് ഉടുത്ത് കഴിഞ്ഞ് അത് ദേഹത്തിൽ കിടന്ന് ഉണങ്ങിയിട്ട് വേണം ഇല്ലാതെ. അപ്പം അത്ര സിമ്പിൾ ആണ്. അത് കഴിഞ്ഞ് അങ്ങനെ പോയി കുറച്ച് ദൂരം കഴിഞ്ഞുകൊണ്ടേ ഒരു ദിവസം വല്ലാത്തൊരു ക്ഷീണം വന്നിട്ട് ഒരു നല്ല ആൽമരത്തിൻ്റെ ചുറ്റി കിടന്നു ഉറങ്ങി സുഖമായിട്ടങ്ങ് ഉറങ്ങിക്കഴിഞ്ഞൊരു 8-9 മണിയായപ്പോഴേ ഒരു ഓൾഡ് വുമൻ വന്ന് ഇദ്ദേഹത്തിനെ തട്ടി പിടിച്ചു. എന്താ ഇവിടെ കിടക്കുന്നത്? ഇവിടെ കിടക്കുന്നത് കാരണം കട്ടമായ പാമ്പുകൾ വിഷമിക്കുകയാണ്. അവർ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഇവിടെ കിടക്കരുത്. ഇന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് നടന്നു പോയാൽ അവിടെ ഒരു പോലീസ് സ്റ്റേഷനുണ്ട്. അവർ നല്ല ആൾക്കാരാണ്. അവരിൽ നിന്ന് അങ്ങേക്ക് അദ്ദേഹത്തെ അവിടെ പോകും എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇദ്ദേഹം ചാടി എണീറ്റ് ആൾക്കാർ എന്ത് പറയുന്നു തിരിച്ചു പറയുന്നു ഒന്നും എല്ലാം റിസീവിങ് എന്തിലാണ് അവിടെ നിന്ന് എണീറ്റ് നടന്നു പോലീസിൻ്റെ അവിടെ നിന്ന്. പിന്നെ വേറെ ഒരു കാര്യം, വളരെ മധുരമായ സംസാരം, അതിൻ്റെ കൂടെ പിന്നെ ഇതെല്ലാം ഉള്ളൊരു വ്യക്തിയായിരുന്നു. പോലീസിനോട് കാര്യം പറഞ്ഞു. പോലീസ് പറഞ്ഞാൽ അവിടെ കിടക്കാമല്ലോ. പോലീസ് അതിന് കിടക്കാനുള്ള സൗകര്യമൊക്കെ കൊടുത്തു. അവിടെ കിടന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അദ്ദേഹത്തിന് ഇന്നലെ രാത്രി വന്ന് എന്നെ ഇങ്ങനെ വിളിച്ചത് അത് ഒരു പിടി കിട്ടുന്നു. അപ്പോൾ എന്നോട് പോയി നോക്കാം അവിടെ എന്താ സംഭവം പോയി നോക്കാം എന്നും പറഞ്ഞ് പോയി ആൽമരത്തിൻ്റെ ചുറ്റി നോക്കിയപ്പോൾ അവിടെ മുഴുവൻ കുത്തുകളാണ്, കൊനങ്ങളാണ്. അതിലില്ല. അതായത് പാമ്പിൻ്റെ അതിപ്രസരമുള്ള സ്ഥലം. അവിടെ കിടന്നാണ് ഈ കൈ വെച്ച് തലേ ദിവസം 3-4 മണിക്കൂർ ഉറങ്ങിയത്. അപ്പം ഈ സംഭവം എല്ലാം നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉപബോധം മനസ്സിൽ ഭഗവാനാണ് അദ്ദേഹത്തിനെ ഇങ്ങനെ എല്ലായിടത്തും സേവ് ചെയ്യുക, അദ്ദേഹത്തിനെ ഡയറക്റ്റ് ചെയ്യുമെന്നുള്ള തിരികെയും. അത് കഴിഞ്ഞ് വാരണാസി വന്നു കാശി വിശ്വനാഥനെയും അന്നപൂർണേശ്വരിയൊക്കെ തൊഴിലപ്പോൾ കുറച്ചും കൂടി ഒരു റിജുവനേഷനൊക്കെ കിട്ടി. അപ്പോഴത്തേക്ക് വീട്ടുകാർ അവിടെ കിടന്ന് തന്നെയുണ്ട്, എവിടെ പോയി കാണാനില്ല. സംഭവം അവരാരൊക്കെ ഇവിടെ വന്ന് കണ്ടുപിടിച്ചു, പിടിച്ചുകൊണ്ട് പോയി അവിടെ വീട്ടിൽ കൊണ്ട് നിർത്തി. വീട്ടിൽ നിൽക്കില്ല, വീട്ടിൽ കൊണ്ട് അവിടെ നിർത്തി. അത് കഴിഞ്ഞ് പിന്നെ ഭഗവാൻ പോയല്ലോ. അപ്പം വേറെ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് അവിടുന്ന് ഇറങ്ങി. പിന്നെ ആദ്യമേ അവിടുന്ന് ഇറങ്ങി ഒരു ആശ്രമം ഉണ്ടായിട്ട് ആ ആശ്രമത്തിൽ പോയി അവിടെ താമസത്തിനുള്ള അവിടെ നോക്കി. അതിൻ്റെ പേര് വേണമെങ്കിൽ എനിക്ക് പുസ്തകം നോക്കണം. അപ്പം ഈ ആശ്രമത്തിൽ പോയി കൂടി അപ്പോൾ മനസ്സിൽ എന്താണെന്ന് കഴിഞ്ഞാൽ സന്യാസം സ്വീകരിക്കാൻ പറ്റും. എനിക്കിനി ഇങ്ങനെ നടക്കാൻ പറ്റും. എനിക്ക് വേറെ യാതൊന്നും വേണ്ട, എനിക്ക് ഭഗവാന്റെ മാത്രം. അവിടെ ചെന്ന് ഈ സന്യാസിയാകാനുള്ള മന്ത്രങ്ങളും അതും കൊടുക്കുന്ന അദ്ദേഹം പിന്നെ സന്യാസം സ്വീകരിച്ചു. അന്ന് മുതലാണ് അദ്ദേഹം സുബോധാനന്ദ സ്വാമി എന്നുള്ള പേര് സ്വീകരിച്ചു. അന്ന് മുതൽ അദ്ദേഹം സുബോധാനന്ദ സ്വാമിയായിട്ട് ഇരിക്കും. അവിടെ ചെന്ന് അവിടെ ആശ്രമത്തിൽ താമസിച്ചു. ആശ്രമത്തിലുള്ള പിന്നെ സ്വാമികൾ
സ്വാമിമാരെയെല്ലാം വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് അട്രാക്റ്റഡ് ആവും. അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ ആ ഒരു പെരുമാറ്റം, ആരാണെങ്കിലും അദ്ദേഹത്തിനോട് വളരെയധികം സ്നേഹം. അപ്പം അങ്ങനെയായി അവിടുത്തെ ഒരാളായി. അതുപോലെ ആശ്രമത്തിൽ ചെന്നിട്ട് സ്വാമിമാരെല്ലാം ഭജന, ജപം, അതുപോലെ തന്നെ പ്രസംഗങ്ങൾക്ക് പോകും. ഇപ്പം വിവേകാനന്ദ സ്വാമി ഉണ്ട് ഈ ആശ്രമത്തിൽ, അവിടൊക്കെ പോകും. പക്ഷെ ഇദ്ദേഹം ആശ്രമത്തിൽ എല്ലാവരുടെയും പാത്രം കഴുകുക, അത് തുടച്ച് വെക്കുക, ഭക്ഷണം മുറിക്കുക, അങ്ങനെയുള്ള ജോലികളെല്ലാമാണ് സുബോധാനന്ദ സ്വാമി ചെയ്തത്. വലിയ സന്യാസിമാർ അവരുടെ കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെയാണ് പൊക്കോണ്ടിരുന്നത്. അപ്പം അദ്ദേഹത്തിന് ഈ ബിഹേവിയർ കാരണം എല്ലാവർക്കും വളരെ അടുപ്പം തോന്നും. അങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ വിവേകാനന്ദ സ്വാമിക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ ഒക്കില്ല, കാട്ടിൽ ഇങ്ങനെ പോയാൽ ഒക്കില്ല. സന്യാസിമാർ ഇങ്ങനെ ഇവിടെ മാത്രം കടന്നിരുന്ന് ഇവിടെ മാത്രം ഇത് ചെയ്താൽ ഒക്കില്ല. എന്താണെന്ന് വെച്ചാൽ രാമകൃഷ്ണ മിഷന്റെ ആ ഐഡിയോളജി അത് ലോകമെങ്ങും പറയാൻ, അതാണ് രാമകൃഷ്ണന്റെ ഉദ്ദേശം. അത് നമ്മൾ ചെയ്യാതിരുന്നാൽ പറ്റില്ല. അതുകൊണ്ട് സ്വാമിമാർ പ്രസംഗിക്കണം, പല സ്ഥലങ്ങളിലും പോയി രാമകൃഷ്ണ മഠത്തിനെ പറ്റിയും രാമകൃഷ്ണദേവന്റെ കൺസെപ്റ്റ്സിനെ പറ്റിയൊക്കെ എല്ലാവരോടും പറയണം. എല്ലാവരും സംസാരിച്ചേ പറ്റൂ. ഒരു കാര്യം ചെയ്യാം, അടുത്ത ആഴ്ച മുതൽ ഓരോരുത്തരായിട്ട് ഇവിടെ വന്ന് ഇപ്പം ഞാൻ സംസാരിക്കുന്ന പോലെ ഇന്ന് കഷ്ടപ്പെട്ടുകൊണ്ട് എന്ന് പറഞ്ഞ് സ്വാമിമാരെ എല്ലാവരും ആഴ്ച എല്ലാ ദിവസവും ഇത് തന്നെ പറഞ്ഞു. അങ്ങനെ വന്ന് നമ്മൾ സുബോധാനന്ദ സ്വാമിക്ക് കിട്ടിയപ്പോൾ സുബോധാനന്ദ സ്വാമിക്കുണ്ടോ പ്രസംഗം അറിയില്ല. എല്ലാം പേടിയാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ ഈ സിംപ്ലിസിറ്റി കൊണ്ട് ഒന്നിനൊന്നും എടുത്ത് അതൊന്നും ഇല്ല. അപ്പോഴത്തേക്ക് വലിയ ഭയമായല്ലോ, വേണം ഞാൻ വേണം. പിന്നെ അങ്ങനെ പറഞ്ഞ് അവസാനം ഒന്നും പറഞ്ഞൊക്കില്ല. നമ്മളെല്ലാവരും നമ്മുടെ ധർമ്മം ചെയ്യണം, നീ പ്രസംഗിച്ചേ പറ്റുള്ളൂ എന്ന് വിവേകാനന്ദ സ്വാമി ചർച്ച. അന്നത്തെ ദിവസം രാവിലെ എണീറ്റപ്പോൾ അതിഭയങ്കരമല്ല, മേഘസ്ഫോടനം, എന്താ അതിഗംഭീരമാണ്. അപ്പം സുബോധാനന്ദ സ്വാമിക്ക് സംസാരിക്കാനുള്ള സമയമാവും, ആയി വരും. ആയി വരുന്നപ്പോഴത്തേക്ക് അതിഗംഭീരമായിട്ട് കാറ്റും മഴയും അവിടെ മുഴുവൻ വല്ലാത്ത പ്രശ്നമായി. പ്രസംഗം ക്യാൻസൽ ചെയ്തു. എന്നിട്ട് പിറ്റേ ദിവസം വിവേകാനന്ദ സ്വാമി വളരെ പിന്നെ വിവേകാനന്ദ സ്വാമി ഇങ്ങനെ തമാശകൾ. അപ്പം അദ്ദേഹം പറഞ്ഞു, സുബോധാനന്ദ സ്വാമി പ്രസംഗം ചെയ്തായാലും ഭൂമി വരെ കുലുക്കി ഇന്നലെ എന്ന് പറഞ്ഞു. അപ്പം അതൊരു തമാശയായിട്ട് അങ്ങനെ എടുക്കും. അപ്പം അങ്ങനെ കാലം കഴിഞ്ഞു. ഒരു ഞാൻ എൻ്റെ ബുക്കൊന്നും ഞാൻ നല്ല പോയിന്റ്സ് നിങ്ങളോട് പറയാതിരിക്കരുതല്ലോ. ഓക്കെ, വേഗം അതിന് മുമ്പ് 2 ഇൻസിഡൻസ് ഭഗവാന്റെ കൂടെയുണ്ട്. അത് പറയാതിരുന്ന വിഷമമാണ്. അത് പറയാം. ഭഗവാൻ മരിക്കുന്നതിന് മുമ്പ് വയ്യാണ്ടായപ്പോൾ പിന്നെ വയ്യാണ്ടായ അദ്ദേഹത്തിന് തീരെ വയ്യാണ്ടായപ്പോൾ സുബോധ് ചോദിക്കുന്നുണ്ട്, പിന്നെ ചൂട് ചായ കുടിച്ചു കഴിഞ്ഞാൽ തൊണ്ടയ്ക്ക് പുറത്ത് ലീഫ് കുടിക്കുന്നു. ഞങ്ങളുടെ ഗ്രാമത്തിലൊക്കെ അങ്ങനെ ചെയ്യുക. അപ്പോഴത്തേക്ക് ഭഗവാൻ പറഞ്ഞാൽ എന്നെ കൊണ്ടുപോകും, വേഗം ഈ ചായ കുടിച്ചു. പിന്നെ ചൂട് ചായ കൊണ്ടു. അപ്പോഴത്തേക്ക് അകത്തുനിന്നുള്ള അവർ പറഞ്ഞു, അങ്ങനെ കൊടുക്കരുത് അദ്ദേഹത്തിന് ചൂട് ചായയൊന്നും ഡോക്ടർമാർ പറഞ്ഞിട്ടില്ല, അതൊക്കെ കൂടുതൽ അഗ്രവേറ്റ് ചെയ്യുകയുള്ളൂ, അതുകൊണ്ട് അത് കൊടുക്കരുതെന്ന് പറഞ്ഞു. അത് കൊടുത്തില്ല. അത് സുബോധാനന്ദ സ്വാമിക്ക് വലിയ വിഷമമാണ്. അതുപോലെ ഒരു തവണ അദ്ദേഹം ഇന്നസെൻ്റായിട്ട് ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, അങ്ങനത്തെ എല്ലാം അറിയാം, അങ്ങ് എന്തിനാ സഫർ ചെയ്യുന്നു, എനിക്ക് ഈ രോഗം അങ്ങ് മാറ്റിയെടുക്കില്ലേ എന്ന് ഭഗവാനോട് ചോദിക്കുന്നു. അപ്പം ഭഗവാൻ പറയുന്നു, നമുക്ക് ലോകത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ എല്ലാം നശിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം നശിച്ചു. അതുകൊണ്ട് ഞാനിത് മാറ്റിയെടുത്തില്ലെങ്കിൽ പ്രകൃതിയുടെ നിയമമാണ്, മരിച്ചേ തീരും, നശിച്ചേ തീരും. ഈ 2 ഇൻസിഡൻസ് പിന്നെ സുബോധാനന്ദ സ്വാമിയെ വല്ലാണ്ട് ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വലിയ വിഷമം ആയിട്ടുണ്ട്. അതേസമയം ഒരു വേൾഡ്ലി ഫാക്റ്റാണ് ഇത് അദ്ദേഹം പറയുന്നത്, മനസ്സിലാവുന്നു. അപ്പം 1886 മഹാസമാധി. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ബാലാനഗർ എന്നാണ് ആ ആശ്രമത്തിൻ്റെ പേര്. ബാലാനഗർ രാമകൃഷ്ണ ആശ്രമത്തിൽ ചേർന്നിട്ടാണ് അദ്ദേഹം
അദ്ദേഹം കോക്കോ എന്നുള്ള അദ്ദേഹം കോക്കോ മഹാരാജ് നൽകി. എല്ലാവരും അദ്ദേഹത്തിന് കോക്കോ മഹാരാജ് നൽകി. ആ പടം നിങ്ങളെല്ലാവരും ഒന്ന് നോക്കണം. അദ്ദേഹത്തിന് ആ മുഖത്തിൻ്റെ ആ ഇന്നസെൻസ് കാണണമെങ്കിൽ ആ പടം നമ്മൾ ഒന്ന് നോക്കണം. പിന്നെ അങ്ങനെ ഇരുന്നു ആശ്രമത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യും. അതായത് സ്വാമിജിമാർക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ല. ആശ്രമത്തിൽ പ്രൊവിഷൻ മേടിക്കണമെങ്കിൽ അത് മേടിക്കുക, പച്ചക്കറി മേടിക്കണമെങ്കിൽ അത് മേടിക്കുക, കുക്കുകളെ എല്ലാം സൂപ്പർവൈസ് ചെയ്യുക. അതായത് സുബോധന സ്വാമി അവിടെ ഉണ്ടെങ്കിൽ ബാക്കി ഒരു കാര്യങ്ങളും ആരും നോക്കേണ്ടതില്ല. അദ്ദേഹം എല്ലാ റെസ്പോൺസിബിലിറ്റി എടുത്ത് ചെയ്യുകയാണ്. മനസ്സിലാവുന്നു? അദ്ദേഹത്തിനോട് ആരും പറഞ്ഞിട്ടില്ലല്ലോ. എന്നെങ്കിലും ആശ്രമത്തിലെ ജോലി എൻ്റെ ജോലി അത് പറഞ്ഞ് അദ്ദേഹം ജോലി എല്ലാം എടുത്തു ഇങ്ങനെ പോകണം. അതിൻ്റെ ഇടയിൽ പിന്നെ ബ്രഹ്മചാരിമാരും തമ്മിൽ ചില കഷ്ടിച്ചകളൊക്കെ ഉണ്ടാകും. അതൊക്കെ അദ്ദേഹം സെറ്റിൽ ചെയ്യും. അങ്ങനെ മുമ്പിലോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം വിവേകാനന്ദ സ്വാമി ധ്യാനമൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ 9-9:30 മണിയായി ധ്യാനമൊക്കെ കഴിഞ്ഞ് വിവേകാനന്ദ സ്വാമി സുബോധന സ്വാമിയോട് പറഞ്ഞു, എൻ്റെ ഉക്കയുണ്ട് ഉക്ക വെച്ചിട്ടുള്ള രാത്രിയിൽ. പിന്നെ അദ്ദേഹം ഉറങ്ങിക്കഴിഞ്ഞു. അദ്ദേഹം അവിടെ നീക്കി പോയി ഉക്കയൊക്കെ അതെന്തോ തയ്യാറാക്കുന്നത് അതൊക്കെ തയ്യാറാക്കി. പിന്നെ സ്വാമിക്ക് വിവേകാനന്ദ സ്വാമിക്ക് പോയി. അപ്പോൾ വിവേകാനന്ദ സ്വാമിക്ക് മനസ്സിലായി എന്ത് ലോയലായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അത് കഴിഞ്ഞ് അദ്ദേഹം ചോദിച്ചു, തമാശയായിട്ട് ചോദിച്ചു, ഡോക്ടർ നിനക്ക് എന്തെങ്കിലും വരം വേണം? ഞാൻ നിനക്ക് എന്ത് വരം വേണം എന്ന്. അപ്പം ഡോക്ടർ പറഞ്ഞു, എന്ത് വരമാണ്? നമുക്ക് തരേണ്ടതെല്ലാം ഭഗവാൻ നമുക്ക് തന്നിട്ടാണ്. എനിക്ക് എന്താ വേണ്ടത്? എനിക്കൊന്നും വേണം. അപ്പോൾ ബ്രഹ്മാനന്ദ സ്വാമി അഭിനയിക്കണം. അദ്ദേഹം പറഞ്ഞു, എല്ലാവരും ഒന്ന് ടീസ് ചെയ്യുക, അതൊന്നും സാരമാക്കുന്നില്ല അദ്ദേഹം. അപ്പോൾ ബ്രഹ്മാനന്ദ സ്വാമി പറഞ്ഞു, ചോദിക്കും, എന്തെങ്കിലും വരെ ചോദിക്കും എന്ന് പറഞ്ഞു. അപ്പം സ്വാമി പറഞ്ഞു, അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, എനിക്കൊരു വരവും വേണ്ട. എനിക്ക് വളരെ അഡിക്റ്റായിരുന്നു. ചായ കണ്ടമാനം ചായ കുടിക്കും, കിട്ടുമ്പോൾ ചായ കുടിക്കും. അങ്ങനെ ഒരു അഡിക്ഷൻ ഉണ്ടായിരുന്നു സ്വാമിക്ക്. അപ്പോൾ എന്നിട്ട് വിവേക സ്വാമിയോട് വരം ചോദിക്കുകയാണ്, എനിക്ക് ചായ മുട്ടാതെ നടക്കണേന്നുള്ള വരം തന്നാന്ന്. മനസ്സിലായില്ലേ? അപ്പം ആൾക്കാർക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ഇതൊക്കെയാണെങ്കിലും വളരെ ഷാർപ്പാണ്. കാര്യങ്ങൾ നടത്താൻ മാനേജ്മെൻറ്റിന് ഏറ്റവും നമ്പർ 1 ആണ്. വിവേകാനന്ദ സ്വാമി രാമകൃഷ്ണ മിഷനൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരു മെമ്പറാക്കി ഈ കമ്മിറ്റിയിൽ. എന്തുകൊണ്ട് അറിയാം, അദ്ദേഹം അത് വേണ്ടത് വണ്ണം ചെയ്തോളുന്നറിയാം. അത് കഴിഞ്ഞ് ഖജാൻജിയായി എല്ലാ റെസ്പോൺസിബിലിറ്റിയും അദ്ദേഹം ചെയ്യും. അദ്ദേഹത്തിന് ഒരു ജോലിയും വേറെ ഒരാളെ ചെയ്യിക്കുന്നതില്ല. എല്ലാം അവനവൻ തന്നെ ചെയ്യണം എന്നുള്ള ആ ഒരു മെന്റാലിറ്റി ആയിരുന്നു. അങ്ങനെ അദ്ദേഹം ആശ്രമത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും. സന്യാസിമാർക്ക് എല്ലാവർക്കും അതേപോലെ വയസ്സായ സന്യാസിമാരെ ശുശ്രൂഷിക്കുന്നവർ മുൻപന്തിയിലുണ്ട് സുബോധന സ്വാമി. അതുപോലെ വേറെ 2 ഇൻസിഡൻറ്റും ഞാൻ തിരക്കിടുന്നുണ്ട്. 2 ഇൻസിഡൻറ്റും കൂടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതുണ്ട്. ഈ ആശ്രമത്തിലെല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റി കൊടുക്കും. ഞാൻ ശ്രീരാമകൃഷ്ണാശ്രമം പുറനാട്ടിലെ പഠിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയാം. അവിടെ ആശുപത്രിയിലേക്ക് ഒരു സ്വാമിയുണ്ട്, നീലകണ്ഠായ സ്വാമിയാണ് ആശുപത്രിയിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മരുന്ന് മേടിക്കുക, പേഷ്യൻസിന് അതല്ല. പ്രസ്സിലേക്ക് മൃഗാൻ സ്വാമിയുണ്ട്, പ്രസ്സിലെ എല്ലാ കാര്യങ്ങളും മൃഗാൻ സ്വാമിയുണ്ട്. സ്കൂളിലേക്ക് വ്യോമകേശാൻ സ്വാമിയുണ്ട്, സ്കൂളിലെ അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് അദ്ദേഹമാണ് ചെയ്യുന്നത്. ജനറൽ കാര്യങ്ങളെല്ലാം മൃഗാൻ സ്വാമിയാണ് നോക്കിയിരുന്നത്. അതുപോലെ പ്രസിഡന്റായിട്ട് ഈശ്വരാനന്ദ സ്വാമി, ഈശ്വരാനന്ദ സ്വാമി. അപ്പം എല്ലാത്തിനും പിന്നെ ഡിവിഷനുണ്ട്, എല്ലാവരും അത് നോക്കണം. പക്ഷെ ചില സ്വാമിമാരെന്ന് അതൊന്നും വേണ്ടവണ്ണം നോക്കില്ല. സുബോധാനന്ദ സ്വാമി എല്ലാം നോക്കിക്കണ്ട് നടത്തുന്ന ഒരാളാണ്. അപ്പോഴെന്തോ അവിടുത്തെ ചിട്ടയെന്ന് വെച്ചാൽ രാവിലെ 10 മണിയാകുമ്പോൾ ഒരു ബെല്ലടിക്കുമ്പോൾ സ്വാമിമാർ വന്ന് കഷ്ണങ്ങൾ മുറിച്ച് കൊടുക്കണമെന്നാണ്. കഷ്ണം മുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ആ വെജിറ്റബിൾസിൽ നിന്ന് ഡിഷ് ഉണ്ടാക്കി ഭഗവാൻ ഉപയോഗിക്കാൻ, അത് കഴിഞ്ഞ് അവരെടുക്കും. അങ്ങനെയാണ് റോഡ്. ഒരു ദിവസം നോക്കുമ്പോൾ സന്യാസിമാർ ആരും വന്നിട്ടില്ല. സുബോധാനന്ദ സ്വാമിയുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഇവരോട് പറഞ്ഞു, പിന്നെ വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്യും. 5 ഡിഫറൻറ്റ് തരത്തിലുള്ള വെജിറ്റബിൾ കട്ട് ചെയ്ത് 5 സ്വാദിഷ്ടമായ എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്വാദിഷ്ടമായ വിഭവങ്ങളുണ്ടായി. അത് ഭഗവാൻ
എന്നിട്ട് സന്യാസിമാർക്ക് കഴിക്കാനായിട്ട് കുറച്ച് പയർ വേവിച്ചു. ഭക്ഷണത്തിന്റെ സമയത്ത് സന്യാസിമാർ വന്ന് പയർ മാത്രം വേവിച്ച് വെച്ച് ഇതെങ്ങനെ കഴിക്കുന്നത് വെച്ചാൽ ഇപ്പൊ ശാരദാനന്ദ സ്വാമി ഉണ്ട്, അദ്ദേഹം ചോദിച്ചത് എന്താ ഇതിനെപ്പറ്റി. അപ്പം സുബോധാനന്ദ സ്വാമി ഇതാണെന്ന് നടന്നത്, ആരും വന്നില്ല. അപ്പം ഭഗവാന്റെ കാര്യം, ഭഗവാൻ ഇതാണോ നേരിച്ചത്? അല്ല, ഭഗവാന് ഞാൻ 5 തരത്തിലുള്ള പിന്നെ ഇത് നേരിച്ചു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അതുപോലെ വേറെ ഒരു കാര്യം, പിന്നെ ആശ്രമത്തിലേക്ക് വേണ്ട വെജിറ്റബിൾസും സാധനങ്ങളും എല്ലാം അദ്വൈതാനന്ദ സ്വാമിജി പറഞ്ഞു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എവിടെ പോയാലും വെജിറ്റബിൾസ് എല്ലാം മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ വന്നാലും ഉറങ്ങരുത് കേട്ടോ, എല്ലാവരും വന്ന് ഇവിടെ കൾട്ടിവേറ്റ് ചെയ്ത് അതിന് വളവും വെള്ളവും ഒക്കെ ഇട്ട് നന്നായിട്ട് വളർത്തും. അതാണ് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ കണ്ടമാനം വൃക്ഷങ്ങളും പല വൃക്ഷങ്ങളെല്ലാം പല സ്ഥലത്തും പോയി കൊണ്ടുവരും. ആശ്രമത്തിൽ അതെല്ലാം വെച്ചു പിടിക്കും. അത് തന്നെയല്ല, ഇതിൽ നിന്ന് ഗ്രാമത്തെ ഉണ്ടാക്കുമായിരുന്നു. നോക്കൂ, നിങ്ങൾ സുബോധൻ സ്വാമിയുടെ ആ മൾട്ടി ഫാസറ്റഡ് കഴിവ് നോക്കൂ. അദ്ദേഹം ഇതിൽ നിന്ന് ഗ്രാമത്തെ ഉണ്ടാക്കി കൊച്ചു തൈകളുണ്ടാക്കി അത് വരുന്ന ഭക്തജനങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇത് കൊണ്ടുപോയി നടണം, അതിന് ഇന്ന വളങ്ങൾ ചെയ്യണം, അതിന്. അപ്പം എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഇതാണ് ഗ്രാഫ്റ്റ് ചെയ്ത് അത് കൊടുക്കുന്ന സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഏതാണ്ട് 55-60 വയസ്സായി തുടങ്ങി. ഈ നിരന്തരം ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കുറേശ്ശെ വൈകാരികമായി തുടങ്ങി. ബ്ലഡ് പ്രഷറും പിന്നെ ഈ ഡയബറ്റീസും ഒക്കെ കുറേശ്ശെ വന്നു. അതൊന്നും വകവെക്കുകയില്ല. അതുപോലെ സ്വാമിമാർ പറഞ്ഞു, ഇവിടെ നിൽക്കേണ്ട, ഡാർജിലിങ്ങിലോ എവിടെയെങ്കിലും ഒക്കെ പോയി, അവിടെയൊക്കെ ആശ്രമമുണ്ട്, ചെറിയ ചെറിയ ആശ്രമങ്ങൾ, അവിടെ പോയി പിന്നെ കുറച്ച് ദിവസം അവിടെ താമസിച്ചു, വിശ്രമിച്ചു. കേൾക്കില്ല, എനിക്ക് വേരും മഠത്തിലെ ചീരയും ചോറും മാത്രം മതി, ഞാൻ എന്നും പോകാൻ പോകുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് എല്ലാ സ്വാമിമാരുടെയും കാര്യങ്ങൾ നോക്കും, ആശ്രമത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കും. അങ്ങനെ അദ്ദേഹം ഇത് ചെയ്തു. പിന്നെ അദ്ദേഹത്തിന്റെ വേറൊരു കൺസെപ്റ്റ് ഈശ്വരനെ ഭജിക്കുന്നത്. അദ്ദേഹം പറയുന്നത് നമ്മൾ വലിയ ഈ വേദവും മന്ത്രവും അതും ഇതും ഒക്കെ നമ്മൾ ജപിച്ച് നമ്മൾ അതിൽ കൂടിയാണ് ഭഗവാൻ കൃഷ്ണനെ പ്രാപിക്കാനുള്ള ഒരു മാർഗമായിട്ട് കാണുന്നത്. പക്ഷെ സുബോധാനന്ദ സ്വാമി പറയുന്നത് അതിൽ അങ്ങനെ ചെയ്തോളൂ, പക്ഷെ അങ്ങനെ ഇല്ലെങ്കിലും ഭഗവാനെ നമ്മുടെ ഒരു ഫ്രണ്ടായിട്ട്, ഭഗവാൻ നമ്മുടെ ഒരാളായിട്ട് നമുക്ക് കാണും. അദ്ദേഹത്തിനോട് ഓപ്പണായിട്ട് നമ്മൾ സംസാരിക്കുക, മനസ്സിലായില്ലേ? അതിൽ നമ്മൾ കൃത്യമായി. അപ്പൊ ആ ഒരു വിധത്തിൽ കൂടാണ് ഈശ്വര സേവ നടത്തേണ്ടത്. ഇത് വളരെ നിർമ്മലനായിട്ട് അദ്ദേഹത്തിനെ നമ്മുടെ ഒരു ഫ്രണ്ടായിട്ട് കരുതി അങ്ങനെ കഴിയാനാണ് പിന്നെ സുബോധാനന്ദ സ്വാമി പിന്നെ ഉപദേശിച്ചത്. അതുപോലെ തന്നെ വേറെ ഒരു സംഭവം, അപ്പോഴത്തേക്ക് വീട്ടിലെ അവർ ഭാഗം വെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നെ സുബോധാനന്ദ സ്വാമി പറഞ്ഞ് എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് പിന്നെ ആ കണമെന്ന് വെച്ചാൽ പാവങ്ങൾക്ക് കൊടുത്താൽ മതി. അതുപോലെ സുബോധാനന്ദ സ്വാമി വേറെ ഒരു തവണ ഈ ഭഗവാനെല്ലാം കാണുന്നത് മുഴുവൻ ഭഗവാനാണ്. അവിടെ നിവേദ്യങ്ങൾ വെച്ച് കഴിഞ്ഞപ്പോഴേ ഭഗവാന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചപ്പോൾ ഒരു തവണ സുബോധാനന്ദ സ്വാമി തോന്നിയത്രേ ഭഗവാൻ പറയുന്നു, ആ വെള്ളരിക്കയിൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കൂ എന്ന് പറഞ്ഞു അത്രേ. അത് അത്ര രുചിയായിട്ടില്ല, അതിൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കും. അപ്പം അദ്ദേഹം ആ എല്ലാ പോയിന്റ്സും അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഇരുന്നിരുന്ന് അദ്ദേഹത്തിന് പ്രായമായി, അസുഖങ്ങൾ ഓരോന്നോരോന്നായി വന്നു. അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ തീരാൻ പോവാണ് എന്നുള്ളത് മനസ്സിലായി. മുറിയിൽ ഒരു വലിയ രാമകൃഷ്ണദേവന്റെ പടം വെച്ചിട്ടുണ്ട്. രാമകൃഷ്ണദേവൻ പറഞ്ഞതുപോലെ ഇത്ര വൈകുന്നേരം രാവിലെയും വൈകിട്ടും ഒരു വഴിയും കുത്തിപ്പിടിച്ച് അമ്പലത്തിൽ പോയി തൊഴും, പിന്നെ വൈകിട്ടും പോയി തൊഴും. അത് കഴിഞ്ഞ് തീരെ വയ്യാതായപ്പോൾ കടത്തിൽ നോക്കിക്കൊള്ളു. അവസാനം മരിക്കുമ്പോൾ വരെ അദ്ദേഹത്തിന് ബോധമുണ്ടായി. മരിക്കുന്നന്ന് ഭഗവാന്റെ പടത്തിൽ ഇങ്ങനെ നോക്കുക, ഇങ്ങോട്ട് തിരിയുക, കണ്ണിൽ നിന്ന് വെള്ളം വരും. ഭഗവാൻ പറയാനൊക്കെ ആദ്യം പക്ഷേ എഫർട്ട് എടുക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് നല്ല ബോധം. അങ്ങനെ അവസാനം ഈ പടത്തിൽ നോക്കിക്കൊണ്ട് കിടന്ന് അദ്ദേഹത്തിന് സമാധിയാവും. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് അത്രയും സിമ്പിളായിട്ടുള്ളൊരു വ്യക്തി എത്രയും ഇഫക്റ്റീവായിട്ട് ഈ ആശ്രമം നടത്തി, ഇത്രയും സന്യാസിമാരെയൊക്കെ നടത്തി, അങ്ങനെയുള്ളൊരു സ്വാമിജിയെ പറ്റിയാണ്, സുബോധാനന്ദ സ്വാമിയെ പറ്റിയാണ് നമ്മളിന്ന് പറഞ്ഞത്.
കോക്ക മഹാരാജ് എന്നാണ്. കോക്ക എന്ന് പറഞ്ഞാൽ കുഞ്ഞ്. അപ്പൊ മരിക്കുമ്പോഴും കുഞ്ഞിന്റെ ആ ഒരു ഇതേ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ മാനേജ്മെന്റ് കാര്യങ്ങളിൽ അതിന്റെ നമ്പർ 1 ആയിരുന്നു. അത് വിവേകാനന്ദ സ്വാമിക്കും അറിയുമായി. അവസാനം അദ്ദേഹത്തിന്റെ പിന്നെ ശേഷക്രിയകളും കർമ്മങ്ങളും ഒക്കെ നടത്തി അങ്ങനെ ഒരു ദിവ്യ ദേഹം നമ്മളെ വിട്ടുകയും ശ്രീരാമകൃഷ്ണ ദേഹം മോൾഡ് ചെയ്തെടുത്ത ഒരു സന്യാസിയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ചില പോയിന്റ്സ് ഒക്കെ ഞാൻ വിട്ട് കാണും, ക്ഷമിക്കണം. എങ്കിലും ഒരുമാതിരി കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്കിപ്പോൾ ഒരു രൂപമുണ്ട് സുബോധാനന്ദ സ്വാമി, കോക്ക മഹാരാജ്, അദ്ദേഹത്തിന്റെ സിംപ്ലിസിറ്റി, അദ്ദേഹത്തിന്റെ എഫിഷ്യൻസി അല്ലേ? ശരി.